ഒരു ചക്ക വീണ് മുയൽ ചത്തുവെന്നും പറഞ്ഞേ എപ്പോഴും അത് ആവർത്തിക്കണമെന്നില്ല. അവളുടെ കുഞ്ഞാ ഇവിടെ വളരുന്നേ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ അതിനെ കൊണ്ടുപോകും. കുഞ്ഞു വളരുമ്പോഴല്ലേ അതപ്പ നോക്കാം. ഇപ്പോഴായാലും എന്നാ കുഴപ്പാ? ബോബനൊരു ജോലിയും കിട്ടും. നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ താമസിച്ചോ. ബോബന് വേറെ പെണ്ണും കിട്ടും. അമ്മച്ചി എന്തിനാ നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് വരുന്നേ? നടക്കൂടാ, നടക്കും. അന്നാമ്മ വിചാരിച്ച പലതും നടക്കും. പക്ഷെ നീ എന്റെ ഒപ്പം നിൽക്കണം. അല്ലാതെ ഇവളുടെ കൂടെ കൂടി ജീവിതം പാഴാക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്നെ അതിന് കിട്ടില്ല. ആരുടെയും ജീവിതം പാഴാക്കണ്ട. വേറെ കെട്ടണമെങ്കിൽ ബോബൻ കെട്ടിക്കോ. പക്ഷേ ഇനിയും ടീനയുമായിട്ടൊരു പങ്കുവച്ചവടത്തിന് ഇറങ്ങിപ്പോയാലുണ്ടല്ലോ. നീ എന്നാ ചെയ്യും? നിന്റെ അമ്മച്ചി ഒരുത്തന്റെ കൂടെ പുറത്തല്ലോ. എന്നിട്ട് എന്തായി? അവൻ കളഞ്ഞിട്ട് പോയില്ലയോ? മതി, നിർത്ത്. പാവാണല്ലോ എന്ന് കരുതിയ ഈ പുലമ്പലൊക്കെ ഞാൻ സഹിക്കുന്നത്. എന്നുവെച്ച് എന്ത് പറയാന്ന് കരുതരുത്. അമ്മച്ചിക്കും അപ്പച്ചനെ പോലെ തലയിൽ ഓളം തന്നെയാണെന്നാ എനിക്ക് തോന്നേ. ഞങ്ങളെ രണ്ടാളെയും വീണ്ടും മുറിച്ചു മാറ്റിയിട്ട് അമ്മച്ചിക്ക് എന്നെ കിട്ടാൻ അമ്മച്ചി? ആര് വിചാരിച്ചാലും ഇനി ഞങ്ങളെ പിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് വയ്യ അങ്ങളെ. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് ഞാൻ എന്തിനാ ഇങ്ങനെ വട്ടം കറങ്ങുന്നത്? അത് വേണ്ടാത്ത വാശികൾക്ക് വേണ്ടി. അവിടെ സോഫി കൊച്ചമ്മയ്ക്ക് വാശി, ഇവിടെ പങ്കി ആന്റിക്ക് വാശി. വാശിക്ക് നാശമെന്ന് അപ്പാപ്പൻ എപ്പോഴും പറയും. എങ്കിൽ പിന്നെ ആ നാശം കൂടി കണ്ടു കളയാന്ന് കരുതി കാത്തിരിക്കുക ഞാൻ. എന്നെ അങ്ങനെ കൈവിട്ട് കളയല്ലേ ചിന്നു. പങ്കി എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? എന്താ പറ്റാത്തെ? ചുമ്മാ അങ്ങ് ഉപേക്ഷിക്ക്. ഒരിക്കൽ ഉപേക്ഷിച്ചതല്ലേ. പാവം എന്നിട്ട് തെണ്ടി തിരിഞ്ഞ് അവസാനം നീരേറ്റിലെത്തി. അന്നും ഞാൻ ഉപേക്ഷിച്ചൊന്നും അല്ല പങ്കിയെ. അവള് വാശിമൂത്ത് ഇറങ്ങി പോയതാ. ശരി, ഞാനിപ്പോ എന്താ അങ്കിളെ വേണ്ടത്? പങ്കിയെ എങ്ങനെയെങ്കിലും പാർവതി ഡോക്ടറെ അടുത്ത് എത്തിക്കണം. നടക്കില്ല. അതെന്നാ? ചിന്നു പറഞ്ഞ അവള് കേക്കും. ഇല്ല, ഈ കാര്യം ഇന്നലെ ഞാൻ പങ്കിയന്റിയോട് പറഞ്ഞു. ചികിത്സ വേണ്ടെന്ന് ഒരേ വാശിയില ആള്. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ പിടിച്ചോണ്ട് പോയി ചികിത്സിപ്പിക്കാൻ. കാശില്ലാത്ത വിഷമം കൊണ്ടായിരിക്കും ചിലപ്പോ. ചിന്നു, രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, കൈ തന്നെ വെച്ചാ മതി. പങ്കിയാന്റി ഇതൊന്നും വാങ്ങിക്കില്ല. ഞാൻ തന്നാന്ന് പറയണ്ട. അല്ലെങ്കിൽ പങ്കിയുടെ കൈ കൊടുക്കണ്ട. ചിന്നു വെച്ചാ മതി. എന്നെ ആവശ്യം വന്നാലും ചിന്നു അല്ലേ കൂടെ പോകേണ്ടത്. ദാ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്ത് കാര്യത്തിനും എന്നെ എന്തിനാ ഇങ്ങനെ ഇടനിലക്കാരിയാക്കുന്നത്? ജോയങ്കിളിന് പങ്കിയാന്റിയോട് നേരിട്ട് സംസാരിച്ചൂടെ? അവളെന്നോട് മിണ്ടോ? മിണ്ടിപ്പിക്കാൻ ശ്രമിക്കണം. കുറച്ചൊന്നും അല്ലല്ലോ ആ പാവത്തിനെ കഷ്ടപ്പെടുത്തിയത്. അതിന്റെ പാതിയെങ്കിലും കഷ്ടം ജോയെങ്കിലും അനുഭവിക്കണം. ഒരു തവണ മിണ്ടിയില്ലെങ്കിൽ അടുത്ത തവണ പിന്നെയും വരണം. അങ്ങനെ പലതവണ മലകേറി ഇറങ്ങുമ്പോ ചെയ്ത പാപം കുറെ കുറഞ്ഞു കിട്ടും. ഇപ്പൊ പങ്കി എവിടെയാ ഉള്ളത്? കുടിയിൽ കിടക്കുക. ഇന്നിനി നോക്കണ്ട. പാർവതി കൊച്ചമ്മയുടെ അടുത്ത് കാണിക്കാൻ ജോയെങ്കിൾ തന്നെ പറഞ്ഞാലേ നടക്കും. ഞാൻ പറയാം. അവക്കും ഞങ്ങളുടെ കൊച്ചിനും ആപത്തൊന്നും വരാതെ നോക്കിക്കൊണ്ടേ ചിന്നു. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. എന്നാലാവുന്നത് ഞാൻ ചെയ്യും, അത്ര തന്നെ. ഈ കാശ് വേണ്ട. ഇവിടുത്തെ ബന്ധങ്ങൾ കാശിന്റെ പുറത്തല്ല. അത്യാവശ്യത്തിനുള്ള പണമൊക്കെ എന്റെ കയ്യിലുണ്ട്. ജോയെങ്കിൽ സമാധാനമായിട്ട് പോകും. പറ്റുമെങ്കിൽ നാളെ തന്നെ വാ. ഇതെങ്ങനെ നീട്ടിക്കൊണ്ടു പോകാവുന്ന കാര്യമല്ല. ഞാൻ നാളെ തന്നെ വരാൻ ചിന്നു. മമ്മി, മമ്മി ബിസിയാണോ? ഏയ്, നത്തിങ് ഇമ്പോർട്ടൻറ്റ്. എന്താ മോളൂ? അത് മമ്മി എന്നോട് ക്ഷമിക്കണം. ഐ ഡോണ്ട് ലൈക്ക് നിതിൻ. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ആ കരിമ്പ് മനസ്സിൽ കയറിയോ? അതൊന്നുമല്ല. എനിക്ക് എന്തായാലും നിതിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല മമ്മി.
നിന്നോട് ചോദിച്ച് നിന്റെ സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ മൂവ് ചെയ്തത്. എന്നിട്ടിപ്പോ മാറ്റി പറഞ്ഞ മമ്മി അപമാനിക്കാനാണോ നിന്റെ തീരുമാനം? ഇതിലെന്താ ഇത്ര വലിയ അപമാനം? റിംഗ് എക്സ്ചേഞ്ച് ഒന്നും കഴിഞ്ഞില്ലല്ലോ. ചുമ്മാ വാക്ക് പറഞ്ഞതല്ലേ ഉള്ളൂ. ആ വാക്കിനെന്താ വിലയില്ലേ? ഞാൻ ആരോടാ ഇനി വാക്ക് മാറ്റി പറയണ്ടേ നിനക്കറിയാമോ? എന്റെ സ്വന്തം ഏട്ടനോട്. അതോടെ ബന്ധങ്ങൾ മുഴുവൻ തകർന്നടിയും. അല്ലെങ്കിൽ മനസ്സ് തകർന്ന് നിൽക്കുന്നവരെ ഞങ്ങള്. ഇതും കൂടി ആയാ എല്ലാം തികയും. മമ്മി എന്തൊക്കെ പറഞ്ഞാലും നിതിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ദാറ്റ്സ് ഡാം ഷുവർ. എന്താണ് നിതിന് തകരാറ്? സ്വഭാവം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും സൗന്ദര്യം കൊണ്ടും നിനക്ക് കിട്ടാവുന്ന ഏത് ചെറുപ്പക്കാരന്റെയും മീതെയാണ് നിതിന്റെ സ്ഥാനം. എന്നിട്ടും നീ അവനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ, കരിമൻ. നാണം ഇല്ലേടി നിനക്ക് ഒരു കാട്ടുജാതിക്കാരന്റെ പിറകെ നടക്കാൻ? സ്വന്തം സംസ്കാരത്തെക്കുറിച്ചും അന്തസ്സിനെ കുറിച്ചും എന്തെങ്കിലും ചിന്തയുണ്ടോ നിനക്ക്? എന്റെ സന്തോഷത്തെക്കുറിച്ച് മമ്മിക്ക് ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ല. കരിമനെ കല്യാണം കഴിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിതിനെ വേണ്ടാന്നല്ലേ പറഞ്ഞുള്ളൂ. മനസ്സിന് പിടിക്കാത്തൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ മമ്മിക്ക് പറ്റുമോ? എന്നെ അങ്ങനെ തർക്കിച്ച് തോൽപ്പിക്കാനൊന്നും നോക്കണ്ട. മനസ്സിന് പിടിക്കാത്തതിന്റെ കാരണം കൂടി പറ, കേൾക്കട്ടെ ഞാൻ. ഹീ ഈസ് നോട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ്. വാട്ട് യു മീൻ? സ്ട്രേറ്റ് ഫോർവേഡ് അല്ല പോലും. അങ്ങനെ ഒഴുക്കം മട്ടിൽ പറഞ്ഞ് തള്ളിക്കളയാനോ വേണ്ടെന്ന് വെക്കാനോ പറ്റുന്ന പ്രശ്നമല്ല ഇത്. കൃത്യമായിട്ട് കാരണം പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തണം. യു ഹാവ് ടു കൺവിൻസ് മീ. അത് നോ, ഇനി ഒന്നും മാറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിതിൻ തന്നെ നിന്നെ വിവാഹം കഴിക്കും. ഇല്ലെങ്കിലേ എന്റെ മോളി മമ്മിയുടെ ശവം കാണേണ്ടി വരും. വാ ഇങ്ങോട്ട്. ബാബാ, വിടുമോനെ. ഇങ്ങോട്ട് വരാനാ ബാബാ. പറഞ്ഞത്. അപ്പച്ചാ, ബാബാ, പൊന്നു ബാബാ, അപ്പച്ചാ, എന്റെ ബാബാ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. മിണ്ടരുത്. നിങ്ങളായിരുന്നോ? ഞാൻ കരുതി കൊള്ളക്കാരോ മറ്റോ കയറി വരുവാന്ന്. നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ആര് വരാനാ ഇങ്ങോട്ട്? അപ്പച്ചൻ ഈ മുദ്രപത്രവും കൊണ്ട് മാത്യു സച്ചാനെ ഹോസ്പിറ്റലോട്ട് അയച്ചോ? അയച്ചോ? എന്നാത്തിനാ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ, എന്നാത്തിനാന്ന്? ത്രേസി അമ്മച്ചിയുടെ വിരലടയാളവും പതിപ്പിച്ച് സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണെങ്കിൽ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കത്തില്ലെന്ന് അമ്മച്ചി പറഞ്ഞു. ആന്നോ? ത്രേസിയുടെ സ്വത്തുക്കളൊക്കെ ഇപ്പൊ അന്നാമ്മയുടെ കയ്യിലാന്നോ? ദേ, അപ്പച്ചൻ പൊട്ടം കളിക്കണ്ട. അപ്പച്ചന്റെ കള്ളം വിശ്വസിച്ച് ത്രേസി അമ്മച്ചിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ടുന്നത് എന്റെ അമ്മച്ചിയാ. അത് ചതിക്കാനായിരുന്നു അമ്മച്ചി അറിഞ്ഞതല്ല. അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ചതി കണ്ടാൽ അമ്മച്ചി ഞാൻ ഒരുപോലെ എതിർക്കും. എന്നാത്തിനാടാ ഈ ദ്രോഹം ചെയ്യുന്നേ? നിനക്ക് വേണ്ടിയല്ലയോ ത്രേസിയുടെ സ്വത്തുക്കളൊക്കെ ഞാൻ തട്ടിയെടുക്കുന്നേ? അതൊക്കെ നിന്റെ പേരിലാക്കി തന്നിട്ട് അപ്പച്ചൻ കുരിശുമലയിലോട്ട് പോവും. എന്നിട്ട് കുരിശേ കയറി കിടക്കും. അവസാനം അത് തന്നെ നടക്കും, കുരിശു മരണം. ദേ, അപ്പച്ചന്റെ പാപങ്ങളുടെ ഭാരം ഇനിയും താങ്ങാൻ എനിക്കോ അമ്മച്ചിക്കോ പറ്റത്തില്ല. ദേ, അച്ചായനോട് കൂടെ പറയുന്നേ, ഇനി ഇമാതിരി ചതിക്ക് കൂട്ടി നിൽക്കാനാ ഭാവമെങ്കിൽ കാല് തല്ലുപിടിച്ച് മൂലക്കിടും ഞാൻ. ഗതി കെട്ട് ചെയ്തു പോയതാ ബാബാ. അല്ലാതെ ത്രേസി ചേട്ടത്തി ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കുവോ? നിനക്ക് കമ്പനി തിരിച്ചു കിട്ടിയോടാ? ഇല്ല. അവള് ചത്തില്ലയോ ടീന? ആ കൊച്ചിനെ തിരിച്ചു കൊടുത്തോ? ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഇന്ന് ഞാൻ കൊല്ലുമെടാ. ബാബാ ഓടിക്കോ. ബാബാ, അച്ചായ, അച്ചായ, ബോബനാ, അച്ചായ, എന്നെ വിട്. ബാബാ ഇവനെ ഓടിക്കോ. കൊന്നാ പിന്നെ ഓടിക്കോ ബാബാ. വേഗമായിട്ട് ഇവനെ ഒന്ന് അച്ചായ, ടീനയെ കൊല്ലാൻ പറയുന്നത് പറ്റും. കേക്ക് അച്ചായ. എടാ, ബാബാ നിന്റെ ഓടിക്കോ. തലയും കൂടെ ഇറങ്ങി കൊല്ലടാ. ഇരിക്കുവാ. ഞാൻ ഓടിക്കോ അടിച്ചു ബാബാ. കൊടുക്കാം. ബാബാ. ഇന്ന് ഞാൻ അച്ചായ, വിടടാ എന്നെ. വിടടാ. പോയി. അവൻ പോയി. എടോ, നമ്മുടെ കസ്റ്റഡിയില് 2-3 പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എന്നാ വേണമെങ്കിലും ചെയ്യിക്കാം. പോലീസിന് പ്രേതത്തെ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല, പറ്റത്തില്ല. പ്രേതമാക്കാൻ പറ്റിയ ശരീരം. അയ്യോ, ആ. അയ്യോ, അയ്യോ, എടോ, അയ്യോ, അച്ചായ. നിക്കടാ അവിടെ. അയ്യോ, അച്ചായ. അയ്യോ, അച്ചായ. എന്നെ ഒന്ന് ചെയ്യരുത്, അച്ചായ, please. അയ്യോ, അയ്യോ. നിക്കടാ. ഓ. അയ്യോ, ഓ. അയ്യോ. ആ. ആ. അവനും പോയി. എന്നതായാലും ഇടതും വലതും 2 ആത്മാക്കള് കാവല് വേണം. അത് ഞാൻ ഉറപ്പിച്ചു. ഫിലിപ്പോസിനോട് ആ കളി.
നീന്തൽ മത്സരത്തിൽ പിരപ്പൻകോടിന് 1-ാം സ്ഥാനം. കാമുകി കാമുകനെ ചതിച്ചു, കാമുകൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. കഷ്ടം. ആ, ഓ, പോയ കാര്യം എന്നായി? ടീന സമ്മതിച്ചോ? സമ്മതിച്ചില്ല, പക്ഷേ ഞാൻ സമ്മതിപ്പിച്ചു. ഓ, കർത്താവിന് സ്തുതി. അവൾ എന്നാ പറഞ്ഞു രാജപ്പ? ആദ്യമൊക്കെ ഇടഞ്ഞാ നിന്നത്, ഒടുവിൽ കമ്പനിയുടെ പകുതി അവകാശം തരാൻ സമ്മതിച്ചു. കേട്ടടാ മോനെ, ടീന കമ്പനിയുടെ പകുതി അവകാശം വിട്ടുതരാന്ന് സമ്മതിച്ചെന്ന്. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? ബോബൻ സാറിനോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാമെന്നും കുഞ്ഞിനെ തിരികെ കൊടുക്കണമെന്നും. ദേ, സെലീന മേഡം വരുന്നെന്ന് തോന്നുന്നു. ഇനി ഞാനിവിടെ നിന്ന് ശരിയാവത്തില്ല. ദേ, കാര്യം ശരിയായി കഴിയുമ്പോ യൂണിയൻ നേതാവായ എന്നെ മറക്കരുത് കേട്ടോ. ഹ, നീ പോ രാജപ്പ, എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. ശരി. അമ്മച്ചി എന്നാത്തിനാ ഇത്തരം ആൾക്കാരൊക്കെ നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുത്തുന്നത്? കുടുംബകാര്യ? എന്നാ കുടുംബകാര്യ? എടാ, നിന്റെ അപ്പച്ചൻ ഉണ്ടാക്കിയെടുത്ത കമ്പനിയാ അവളിപ്പോ സ്വന്തമാക്കി വെച്ചിരിക്കുന്നെ. അത് ബുദ്ധി ഉപയോഗിച്ച് തിരികെ എടുക്കണം. ഇനി അതേ ഉള്ളൊരു വഴി. നല്ല ബുദ്ധി. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തമാരെ കൊണ്ടാണോ അമ്മച്ചി ബുദ്ധി പ്രയോഗിക്കാൻ പോന്നെ? എനിക്ക് ആ കമ്പനിയും വേണ്ട, എന്റെ കുഞ്ഞിനെ ഞാൻ തിരികെ കൊടുക്കാനും പോകുന്നില്ല. ദേ, രണ്ടാളോടും കൂടി ഞാൻ പറയാ, ടീനയുടെ കയ്യിലുള്ള ഇവന്റെ അപ്പന്റെ കമ്പനിയുടെ പകുതി അവകാശം അവൾ വിട്ടുതരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ കൊച്ചിനെ തിരികെ കൊടുക്കണം. അത് ഇന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത്രയും നല്ലത്. ബോബൻ എന്ത് തീരുമാനിച്ചു? ടീനയുടെ കമ്പനി നമുക്ക് വേണ്ട സെലീന. കുഞ്ഞിനെ തിരികെ കൊടുത്ത ബോബന് പകുതി അവകാശം തരൂ. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചേ പറ്റൂ. അമ്മച്ചി പറഞ്ഞ അനുസരിച്ച് ചെയ്യുന്നത് നമുക്ക് നല്ലത്. കുഞ്ഞിനെ കൊടുക്കാനോ? മറ്റെന്ത് വേണേലും നീ പറഞ്ഞോ, അത് മാത്രം നടക്കില്ല. നീ കൊടുക്കണ്ടടാ, അതിനെയും കെട്ടിപ്പിടിച്ചിരുന്നോ. ഒടുക്കം വയസ്സുകാലത്ത് നിന്റെ അപ്പനെ പോലെ മുറിയടച്ചകത്തിരിക്കാം. നോക്കാനും കാണാനും ആരും കാണില്ല. എന്റെ ഈശോയെ, ഇതൊക്കെ കാണുന്നതിന് മുമ്പ് എന്നെ അങ്ങ് കൊണ്ടുപോണേ. അമ്മച്ചി വേണ്ട, നിന്റെ ഒന്നും എനിക്ക് വേണ്ട. എന്നെ അമ്മച്ചിന്നും വിളിക്കണ്ട. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളുകയല്ല ഇപ്പോഴത്തെ പെൺപിള്ളേരെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് കെട്ടിയോണെന്ന് വെച്ച ദൈവം തമ്പുരാനെ പോലെ കരുതിയിരുന്നതാ. ഇപ്പൊ തോന്നുമ്പം ഉടുപ്പ് മാറുന്ന പോലെയല്ലേ മാറ്റുന്നേ. എന്റെ മകനെ നീ ആദ്യം സ്നേഹം കാണിച്ച് വഞ്ചിച്ചത്, പിന്നെ ആ ടീനയും. വീണ്ടും നീ വന്നു കയറിയത് എന്റെ മോനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ മാത്രം ഞാൻ മണ്ടിയൊന്നുമല്ല. കൊച്ചുണ്ടാകത്തില്ലെന്നറിഞ്ഞപ്പോ, വേറെ കെട്ടിയവനെ കിട്ടില്ലെന്നറിഞ്ഞപ്പോ, ഇവൻ പാവമായതുകൊണ്ട് ഇവനെ പിന്നെയും പറഞ്ഞ് പറ്റിച്ചല്ലേ നീ. ഞങ്ങളുടെ തറവാട് കുറ്റിയേറ്റ് പോകുന്നത് കണ്ട് എനിക്ക് ചായേണ്ടി വരുമല്ലോ എന്റെ മാതാവേ. മതി അമ്മച്ചി. അമ്മച്ചി എന്നാ പറഞ്ഞാലും എന്റെ കൊച്ചിനെ ഞാൻ ടീനയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. ഒപ്പം അമ്മച്ചി കണക്കൂട്ടും പോലെ സെലീനയെ വിട്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ ഞാൻ ജീവിക്കത്തുമില്ല. ഇക്കാര്യം ഇനി ഈ വീട്ടിൽ ചർച്ച ചെയ്യണ്ട. ആന്റി, എന്താ മോനെ? ഞാൻ എപ്പോ കാണുമ്പോഴും ആന്റി ഭയങ്കര മൂഡൗട്ടാണല്ലോ. എന്താ ആന്റി, മീതുവിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? വേറെന്താ മോനെ എനിക്ക് ആലോചിച്ച് സങ്കടപ്പെടാനുള്ളത്? ദെൻ ലീവ് ഇറ്റ് ടു മീ ആന്റി. മൃദുലയുടെ അസുഖത്തെക്കുറിച്ചുള്ള ചിന്തയാണെങ്കിൽ ആന്റി അക്കാര്യം മനസ്സിൽ നിന്ന് കളയി. അവളുടെ അസുഖത്തിന് നല്ല ചികിത്സയുണ്ടല്ലോ. ഇപ്പോൾ പുതിയ മെഡിസിൻസും ഉണ്ട്. ഇക്കാര്യം എന്നേക്കാൾ 10 മടങ്ങ് അറിയാവുന്നല്ലേ ആന്റിക്ക്? എന്നിട്ടും മീതുവിന്റെ അസുഖത്ത് ആന്റി ഇങ്ങനെ സങ്കടപ്പെടുന്നല്ലോ. എല്ലാം നേരെയാവും ആന്റി. നിതിൻ, നിന്റെ ഈ വാക്കുകൾ ഏതൊരു നല്ല മെഡിസിനേക്കാളും എൻ്റെ മനസ്സിനെ വേദന ഇല്ലാണ്ടാക്കുക. എൻ്റെ മോൾക്ക് നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരു പുരുഷനെ കിട്ടുമല്ലോ എന്നോർക്കുമ്പോൾ അതിലേറെ ആശ്വാസവും സന്തോഷവും ഉണ്ട് എനിക്ക്. അതിപ്പോ ആന്റിക്ക് അറിയാഞ്ഞിട്ടാ. സ്നേഹിക്കുമ്പോൾ എല്ലാം മറന്ന് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കമ്പ്യൂട്ടറിനെ സ്നേഹിക്കുമ്പോൾ ഒരു ഭാര്യയെ സ്നേഹിക്കും പോലെ അതിനെ അങ്ങ് സ്നേഹിക്കും ഞാൻ. നല്ലൊരു കാറ് കണ്ടാലും അത് തന്നെ അവസ്ഥ. പണം കണ്ടാലോ
പിന്നെ പറയാനുമില്ല. പണം കണ്ടാലോ? അങ്ങനല്ല ആന്റി, ഞാൻ എൻ്റെ ആത്മാർത്ഥത എത്രത്തോളം ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്താ പറയാ, ഡെഡിക്കേഷൻ. അതാ അതിന്റെ ശരിയായ വാക്ക്, ഡെഡിക്കേഷൻ. ഞാനിപ്പോ ആന്റിയോടും മീതുവിനോടും ഈ കുടുംബത്തോടും ഒക്കെ 100% ഡെഡിക്കേറ്റഡാ. എന്നാലോ മുഴുവൻ കാര്യവും അറിയാത്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്ര അർപ്പണ മനോഭാവം അങ്ങോട്ട് വരുന്നുമില്ല. മുഴുവൻ കാര്യങ്ങളെന്ന് വെച്ചാ എന്താ നിതൻ അറിഞ്ഞൂടാത്തത്? ഇപ്പോ ശരിക്കും പറയാന്ന് വെച്ചാ സ്വത്തിന്റെ കാര്യം തന്നെ. നീരേറ്റിലെ വസ്തുവകകളെ കുറിച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ സ്വത്തുക്കളിൽ ആന്റിക്കും മീതുവിനും എത്രത്തോളം അവകാശമുണ്ടെന്ന് ഞാനും കൂടി അറിയണ്ടേ. അത് ഏതൊക്കെ എങ്ങനെയൊക്കെയെന്ന് അറിയുമ്പോൾ അതിനോടുള്ള എൻ്റെ ഡെഡിക്കേഷൻ കൂടും. ഒരു റബ്ബർ എസ്റ്റേറ്റ് മാത്രമേ എൻ്റെ പേരിലുള്ളൂ. ഫിലിപ്പോസിന്റെ എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന 60 ഏക്കർ റബ്ബർ തോട്ടം. അതിപ്പോ നീരേറ്റിന്റെ ഭാഗം തന്നെയാ. ആദായം സെലീന ബൈ മന്ത്ലി എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോ മീതുവിന്റെ ഡാഡി മരിച്ച വകയിലുള്ള ഇൻഷുറൻസ് തുകയും മറ്റും? അത് വലിയൊരു സംഖ്യയുണ്ട്. അവിടുന്ന് ഞാൻ അതൊക്കെ മീതുവിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നു. അവളുടെ അക്കൗണ്ടിലാ തുകയുള്ളത്. ഓക്കെ ആന്റി, എല്ലാം സേഫ് ആണെന്ന് അറിഞ്ഞാൽ മതി. ആന്റിക്കും മീതുവിനും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാലേ എനിക്ക് സമാധാനമാവും. അല്ല ആന്റി, മുമ്പ് റോഡിൽ വെച്ച് മീതുവിനെ അപകടപ്പെടുത്താൻ ഒരു രാജപ്പൻ ശ്രമിച്ചില്ലേ? ഈ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനോ മറ്റാണോ അയാൾ അതിന് മുതിർന്നത്? ഏയ്, അതെങ്ങനെ തട്ടിയെടുക്കാൻ? പണം അവളുടെ അക്കൗണ്ടിലല്ലേ. അല്ല, ഭീഷണിപ്പെടുത്തി ചെക്ക് ഒപ്പിടിച്ചു വാങ്ങി തുക തട്ടിയെടുക്കാലോ. എന്തായാലും ഇനി മുതൽ ഞാൻ അയാളെ ശ്രദ്ധിച്ചോളാം. അല്ല, എത്ര കാണും ഇൻഷുറൻസ് തുക? 95 lakhs. ഓക്കെ ആന്റി, ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ മീതുവിന്റെ സംരക്ഷണം എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റും. കല്യാണം കഴിയുന്നതോടെ ഒക്കെ എൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്താ മീതുവിന് അത്രയും ടെൻഷൻ കുറഞ്ഞു കിട്ടും. അല്ലേ ആന്റി? ശരിയാ. സോഫിയും ജോയിക്കുട്ടിയുമായുള്ള അവിശുദ്ധ ബന്ധം സംശയിച്ച് പങ്കി ഇനി ഒരിക്കലും തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ സ്വീകരിക്കില്ലേ? തൻ്റെ ബാല്യകാല സഖിയെ കാത്തിരിക്കുന്ന നേരേറ്റ് കൃഷ്ണപിള്ളയ്ക്ക് ഇനി ഒരിക്കലും കൊച്ചു ത്രേസ്യയെ സ്വന്തമാക്കാൻ കഴിയില്ലേ? അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നു. മോഹിച്ചത് കിട്ടാതെ വരുമ്പോൾ വിചിത്രമായ വഴികളിലൂടെ ജീവിതയാത്ര തുടരേണ്ടി വരുന്നു. ദുരന്തങ്ങളുടെയും ദുഃഖങ്ങളുടെയും പൊള്ളലേറ്റ് മനസ്സുകൾ മരവിക്കുമ്പോൾ കുളിർകാറ്റ് പോലെ നിറയെ സ്വപ്നങ്ങൾ പറന്നു വരുന്നു. ആ സ്വപ്നങ്ങളെ താലോലിക്കുന്നതിനായി കാത്തിരിക്കുക. അണയാത്ത ജ്വാല